ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ വാർത്ത പുറത്തു വന്നിരുന്നു. അവന്റെ മൂക്കിടിച്ച് ക്ഷതം വരുത്തി എന്നുള്ളത്. സർജറി കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കുട്ടിയുടെ അച്ഛനാണിപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. അത് താലൂക്ക് ആശുപത്രിയിലത്തെ റിപ്പോർട്ടുകൾ നോക്കിയാൽ കാണാൻ കഴിയും. ഈ എൻ്റെ പരിക്ക് പറ്റി എൻ്റെ മോനെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത് തന്നെ ഞാൻ പറഞ്ഞയച്ച എൻ്റെ സുഹൃത്താണ്, അല്ല സ്കൂൾ അധികൃതരല്ല കൊണ്ടുപോയിട്ടുള്ളത്. അതായത് ഇത് കെട്ടിച്ചമയ്ക്കേണ്ട ഒരു കഥയില്ല. CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. ഈ എൻ്റെ മോൻ ഹോസ്പിറ്റലായി, ഇവന് സംസാരിക്കാൻ വയ്യ, മൂക്കിൽ പ്ലാസ്റ്ററും പഞ്ഞി ഒട്ടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രതി കൂടെയുള്ള സുഹൃത്തുക്കളെയൊക്കെ സ്വാധീനിച്ചിട്ട് സഹതാപം പിടിച്ചു പറ്റി ഇത് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട്, അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ ആ CCTV ക്യാമറയിൽ വളരെ വ്യക്തമാണ്. ഒരു പിന്നിലൂടെ വന്ന് മനഃപൂർവ്വം കഴുത്തിൽ പിടിച്ച് മുറുക്കി മാറത്ത് പിടിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചമർത്തുന്നത് നമുക്ക് കാണാം, വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാം. അതിനുശേഷം അസ്വസ്ഥനായ മോൻ എണീറ്റ് നിൽക്കുമ്പോൾ പിന്നാക്കം പോയ പ്രതി മുന്നിലേക്ക് ബെഞ്ചിലേക്ക് കയറി വന്ന് ഇടിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇതെങ്ങനെയാണ് ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കുക? ഈ CCTV ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുള്ളതാണോ? ആ സ്ഥാപനത്തിലുള്ളതല്ലേ? ഞാൻ എങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നാണ് പറയുന്നത്? CCTV ദൃശ്യങ്ങൾ വ്യക്തമായ തെളിവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് എന്താണ് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതി ഈ ഉത്സവപ്പറമ്പുകളിൽ തമ്പോല കൊട്ടാൻ പോകുന്ന ടീമിലുള്ളതാണ്. അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്നത്, ഈ സംഭവങ്ങൾ എന്തെങ്കിലും പുറത്ത് പറയുകയോ എന്ത് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാങ് ഉണ്ട് പുറത്ത്, ഞാൻ നിന്നെ പുറത്ത് വെച്ച് ശരിയാക്കും എന്ന് പറഞ്ഞ് മോനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്, പെടുത്താറുണ്ട് എന്നുള്ളത് മോൻ പറഞ്ഞാണ് ഞങ്ങൾക്ക് അറിയുന്നത്. രാഷ്ട്രീയത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഗ്യാങ് ഉണ്ട്, അവരുടെ ഒരു ടീമിൽ 20 പേര് ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ടീമിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സഹായം വന്ന ഗ്രൂപ്പായിട്ട് അവർ അതിനെ നേരിടുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ സ്ഥാപനത്തിന് പുറത്തേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ഈ അവരുടെ സുഹൃത്തുക്കളുടെ ആക്രമണം ഉണ്ടായാലോ എന്ന് ഭയന്നിട്ടാണ് മോൻ ഇത് ഇത്രയും കാലം പറയാതിരുന്നിട്ടുള്ളത്. പോലീസ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു ഇഷ്യൂ ആയിട്ടാണ് പോലീസ് കണക്കിലെടുത്തിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ തമ്മിലുള്ളൊരു സംഘർഷം, അതിനപ്പുറത്തേക്ക് പോലീസ് ചിന്തിക്കുന്നു. ഈ സ്റ്റേഷനിൽ പലരുടെയും വിളിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്കെതിരെ അവരും കേസും കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് കോംപ്രമൈസിലോട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ പലരും സമീപിച്ചിരുന്നു. മോനും ഗുരുതരമായ പരിക്കുള്ളതിനാലും ഞങ്ങൾ ഹോസ്പിറ്റലായതിനാലും ഞങ്ങൾക്ക് അതിനൊന്നും നിൽക്കാൻ സമയം കിട്ടിയില്ല. ഏത് പാർട്ടിയാ എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമല്ല. കാരണം ഞങ്ങൾ മോനെ പറ്റിയതിന് ശേഷം മോൻ്റെ അസുഖം ചികിത്സയുമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു ഭൂരിഭാഗം ദിവസം. ഈ പരിക്ക് പറ്റിയ സമയത്ത് മോനെ മുഖത്തും കണ്ണിന് ചുറ്റും ഒരുപാട് നീര് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മൂക്കിന് സർജറി ഈ നീരുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞ് നീരൊക്കെ ഡ്രൈ ആയതിനു ശേഷമാണ് പിന്നെ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് സഹപാഠികളുടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ അച്ഛനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഒറ്റപ്പാലം ശ്രീ വിദ്യാധിരാജ ITIയിലാണ് ഇത്തരത്തിലൊരു തമ്മിൽ തല്ലുണ്ടാവുകയും കുട്ടിയുടെ പാലം തകരുകയും ചെയ്തു. മൂക്കിൽ മർദ്ദനമേറ്റ് കുട്ടിയുടെ മൂക്കിന്റെ പാലം തകർന്നു. കഴിഞ്ഞ ദിവസം തന്നെ ആ വാർത്ത എത്തിയതാണ്. ഇപ്പോൾ പ്രതികൾക്ക് വലിയ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് ആ കുട്ടികൾക്ക് എന്നാണ് പറയുന്നത്. തമ്പോല സംഘം എന്ന സംഘത്തിന്റെ പിന്തുണയുണ്ട് എന്നാണ് ഇപ്പോൾ അച്ഛൻ വെളിപ്പെടുത്തുന്നത്. ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം.